191 പേരെയാണ് ഇനി കാണാനുള്ളത്. 205 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിലിനിയും ഏകദേശം 60ഓളം പേരെ തിരിച്ചറിയേണ്ടതുണ്ട്. പലരുടെയും മൃതദേഹങ്ങൾ 25 കിലോമീറ്ററോളം താഴെ ചാലിയാർ പുഴയിലൂടെ ഒഴുകി പോത്തുകൽ ഭാഗത്താണ് വന്നത്. ആ പോത്തുങ്കൽ ഭാഗത്ത് നിന്നും കിട്ടിയ മൃതദേഹങ്ങൾ നിലമ്പൂർ ആശുപത്രിയിലായിരുന്നു. ആ ആശുപത്രിയിലെ മൃതദേഹങ്ങൾ മേപ്പാടിയിലേക്ക് കൊണ്ടുവരണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ സർക്കാരിലേക്ക് അവരത് കൊണ്ടുവന്നു. ഈ തെരച്ചിൽ നമുക്ക് യഥാർത്ഥത്തിൽ കണ്ടു നിൽക്കാൻ പറ്റാത്ത തെരച്ചിലാണ്. പക്ഷേ അത്രമേൽ ദുഷ്കരമാണെന്നറിയണം. ഇന്ന് രാവിലെ മുതൽ 200-ലധികം വരുന്ന സന്നദ്ധ പ്രവർത്തകരും NDRFിൻ്റെ പ്രവർത്തകരും അവർ ഹാമർ ഉപയോഗിച്ചും ചെറിയ കട്ടർ ഉപയോഗിച്ചുമാണ് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് എത്താൻ ശ്രമം നടത്തിയത്. ഒരിക്കലും അവർക്ക് സാധ്യമായിരുന്നില്ല ഇങ്ങനെ കണ്ടെത്താൻ. ഇത്രയും മെഷീനറികൾ വന്നിട്ടും അത്രമേൽ ആഴത്തിൽ ചെളിപൂണ്ടിരിക്കുന്നൊരു പ്രദേശത്താണ് അവർ ആഴ്ന്നു പോയിരിക്കുന്നത്. എവിടെയാണ് അവർ എന്ന് പോലും തിരിച്ചറിയാനാവാത്ത വിധം. ഇതൊരു വീടിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നുള്ളതാണ്. അതിൻ്റെ മുകൾ ഭാഗത്തൊരു ഷീറ്റിട്ട മേൽക്കൂരയുണ്ട്.